പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് രാജഗിരിയിലേക്ക് സ്വാഗതം. രാജഗിരി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായില്ല, ആലുവയിലെ രാജഗിരി ആശുപത്രിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ രാജഗിരിയിൽ പുതിയ നിർമ്മാണമൊക്കെ നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമുക്ക്. ഇപ്പോൾ ഇന്നും ഇവിടെ ഒരു രാജഗിരിയിലെ വലിയൊരു വിശേഷമുണ്ട്. അപ്പോൾ ഈ മോർണിംഗ് ഷോ ഇന്ന് ഇവിടെ ചിത്രീകരിക്കാനും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു വിശേഷം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ അതായത് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ CEO ആയ ഫാദർ ജോൺസൺ വാഴപ്പള്ളിയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ഫാദർ. താങ്ക് യു. ഫാദർ സാധാരണ എങ്ങനെ ജന്മദിനമൊക്കെ ആഘോഷിക്കുമോ? എങ്ങനെയാണ്? വളരെ ചെറിയ തോതില് കേക്ക് വിതരണമൊക്കെ, കേക്ക് മുറിക്കലും അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് പ്രായം ഞാൻ ചോദിക്കുന്നില്ല, ഫാദർ വളരെ ചെറുപ്പമാണ്. 61 പൂർത്തിയായി. ഫാദറിനോട് ഞാൻ ഒരു രഹസ്യം പറയട്ടെ, ഫാദറിന് എൻ്റെ അനിയനാവാനുള്ള പ്രായമുള്ളൂ. ഓ ഓക്കെ, അതാണ്. പക്ഷേ കൃഷ്ണയൊക്കെ, നമ്മുടെ കൃഷ്ണനുണ്ടല്ലോ, കൃഷ്ണ ചെറിയ ഒരു വാർത്താ അവതാരകയുണ്ട്. അതൊക്കെ എൻ്റെ പ്രായം കുറച്ചൊക്കെ എന്നോട് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. ഞാൻ സമ്മതിക്കുന്നു. പ്രായം കുറയ്ക്കാൻ പറ്റുമല്ലേ ഫാദറെ? ഫാദറെ ഇപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ഇപ്പം ഞാൻ ഈ 40 വർഷം പൂർത്തിയാക്കിയപ്പോൾ SKN40 ഒരു യാത്ര നടത്തിയത് ഫാദർ അതിനുണ്ടാവും. ആ യാത്ര നടത്തി ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രി കൊടുത്തു. ആ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രി ആ റിപ്പോർട്ടൊക്കെ പഠിച്ചതിന് ശേഷം ഒരു ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നതതല ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഞങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ ഞങ്ങൾ ഫാദറെ കാണുന്നത് 24-ന്റെ ഒരു മികച്ച നേട്ടം, വലിയ നേട്ടമാണ്. കാര്യം അത് പുള്ളി വളരെ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് അതിനെ പറഞ്ഞത്, പുള്ളിയല്ല മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം അന്ന് തന്നെ അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ കാലം പ്രത്യേകിച്ച് ഫാദറിൻ്റെ ഈ ജന്മദിന നമ്മൾ ഈ ചെറിയ ആഘോഷമൊക്കെ നടത്താൻ പോകുന്ന സമയത്ത് ഈ മയക്കുമരുന്ന് വ്യാപനം അതൊരു വലിയ ഇഷ്യൂവാണ്. ഒരുപക്ഷെ ഒരു ജന്മദിനത്തിൽ മാത്രം എല്ലാ ദിവസവും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇത്രയും വലിയ സ്ഥാപനത്തിൻ്റെ ഒരു അധിപൻ എന്ന നിലയിൽ ഫാദറിന് ഒരു കാഴ്ചപ്പാട് ഈ കാര്യത്തിൽ എങ്ങനെയാണ്? മയക്കുമരുന്നിനെതിരെ ശക്തമായി സമൂഹത്തിലെ എല്ലാ തുറയിലുള്ളവരും ഒന്നിച്ചു നിന്ന് പോരാടണം. നമ്മളും ഇവിടെ അതിനുവേണ്ടി ഒരു പ്രത്യേക സെല്ല് തുടങ്ങിയിട്ടുണ്ട്. അതെ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നതിനും ഈ ഒരു സെല്ല് വളരെയധികം സഹായിക്കുന്നുണ്ട്. ധാരാളം ടേക്കേഴ്സ് ഉണ്ട് അതിനകത്ത്. എന്തായാലും ഒരിക്കൽ കൂടി ജന്മദിന ആശംസകൾ ഫാദർ. ഒരുപക്ഷെ ഈ ദിവസം ഫാദറിന് കൂടുതൽ ഊർജ്ജം പകരട്ടെ. ഇവിടെ എന്തോ ഫാദറെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടല്ലോ. അതിങ്ങനെ സ്ഥലം തികയാതെ വരുമ്പോൾ പുതിയ കെട്ടിടങ്ങൾ നമ്മൾ പണിയും. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉള്ള ഫെസിലിറ്റീസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രാജഗിരി എക്സ്പാൻഷൻ പാതയിലാണോ? അതെ. നമ്മൾ 450 ബെഡ് വെച്ച് തുടങ്ങി. ഇപ്പം നമ്മൾ 600 ബെഡായി. ഇത് കഴിയുമ്പോൾ ഒരു 750 ബെഡാകും. ഈ രാജഗിരി തുടങ്ങിയ സമീപകാലത്തല്ലേ? അതെ 10ാമത്തെ വർഷമാണ്. 2014 തോന്നുന്നു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ വളരെ പാവപ്പെട്ട വൃദ്ധജനങ്ങൾക്ക് ആരും നോക്കാനില്ലെങ്കിൽ അവർക്കൊരു പാലിയേറ്റീവ് സെന്റർ, അവരോട് വന്നാൽ അവരുടെ മരണം വരെ അവർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കുകയും ചികിത്സകൾ സ്വീകരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സെന്റർ കൂടി കെട്ടിടത്തിലുണ്ട്. ഇതെന്ന് പണി പൂർത്തിയാക്കും ഫാദറെ? 1 വർഷം. അപ്പോൾ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത് ഫാദറെ, ഈ നമ്മുടെ കേരള ഹെൽത്ത് മോഡൽ എന്നൊക്കെ നമ്മൾ അഭിമാനത്തോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആരോഗ്യ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ മലയാളി എപ്പോഴും മുന്നിലാണ്. അപ്പോൾ ഈ വളരെ ക്വാളിറ്റിയുള്ള ചികിത്സ ഉറപ്പുവരുത്താൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ഒന്ന്, നല്ല ക്വാളിറ്റി അഫോർഡബിൾ എക്സ്പെൻസിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്കും ചെയ്യാനായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് രാജഗിരി നടത്തുന്നത്. ഗവൺമെന്റിന്റെ ഈ ആരോഗ്യരംഗ മേഖലയെക്കുറിച്ച് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ മറ്റ് ഏത് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കിയാലും കേരളത്തിലെ പൊതുജന ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടികൾ വളരെയധികം പ്രശംസനീയമാണ്. ഫാദറെ, കേറാനൊക്കെ എളുപ്പം തന്നെ ഫാദർ. അപ്പൊ ഈ വണ്ടിയുടെ ഒരു ആവശ്യം എന്തോ അവിടെ? നമ്മളുടെ പാർക്കിംഗ് ഏരിയ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പൊ അവർക്ക് അത് കഴിഞ്ഞ് നടന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളൊരു സൗകര്യം പേഷ്യൻസിനെ കൊണ്ടുപോയി പേഷ്യൻസ്, ബൈസ്റ്റാൻഡേഴ്സ് ആർക്ക് വേണമെങ്കിലും പാർക്കിംഗ് ലോട്ടിൽ നിന്ന് നമ്മുടെ മെയിൻ ലോബിയിലേക്ക് എത്താൻ പറ്റും. അതാ, അപ്പൊ പാർക്കിംഗ് ലോട്ടിൽ കിടക്കും ഇതല്ലേ? പാർക്കിംഗ് ലോട്ടിലും ഹോസ്പിറ്റലിന്റെ മുൻപിലും കിടക്കും. ഒരു 10-15 എണ്ണം ഉണ്ട് ഈ രംഗത്തെ. 15 എണ്ണം ഉണ്ടല്ലേ? നന്നായി. ഈ രംഗത്തേക്ക് ഫാദർ എങ്ങനെയാണ് കടന്നു വന്നത്? ഞങ്ങൾ ഈ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം പോയി തോട്ടപ്പണി ചെയ്യാൻ പറഞ്ഞ അത് ചെയ്യും. ഏത് പണിയും ചെയ്യും. പഠിപ്പിക്കാൻ പറഞ്ഞ പോയി പഠിപ്പിക്കും. അപ്പൊ എന്നോട് പറഞ്ഞ് നമുക്കൊരു ആശുപത്രി തുടങ്ങാം. അപ്പൊ അതിനകത്തേക്കാണ്ട് ഇറങ്ങി തിരിച്ചു. ഞാൻ പഠിച്ചത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി മെയിൻ പഠിച്ച ആളാണ് മെഡിക്കൽ സയൻസുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ഹിസ്റ്ററി പഠിച്ചാൽ എന്ത് ജോലിയും ചെയ്യാം. ഹിസ്റ്ററി ഉണ്ടല്ലോ. അതെ. അപ്പോൾ ഈ ഹോസ്പിറ്റലിന് ചെറിയൊരു കാലത്തെ ഹിസ്റ്ററിയേ ഉള്ളൂ. പക്ഷേ ഇതിനകം തന്നെ ഒരു നല്ല പേരുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതീവമായ ശ്രദ്ധ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഇത് അച്ഛന്മാരുടെ സ്ഥാപനമുള്ള അച്ഛന്മാര് ശരിക്കും പറഞ്ഞാല് ഒന്നിലും വലിയ എക്സ്പേർട്സ് അല്ല, പക്ഷെ അവര് കാര്യപ്രാപ്തിയും അറിവുള്ള ആളുകളെ കൂടെ ചേർത്ത് ഒരൊറ്റ ടീമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കും. അതാണ് രാജഗിരി ഹോസ്പിറ്റലിന്റെ വിജയത്തിന്റെ രഹസ്യം. അല്ല, ഈ മെഡിക്കൽ വിദഗ്ധന്മാരെ അണിനിരത്തുന്നതിൽ രാജഗിരി എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ? വളരെയധികം നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഇവിടെ ജോലി ചെയ്യേണ്ട. ഡോക്ടേഴ്സ് മാത്രമല്ല, നമ്മളുടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആണെങ്കിൽ പോലും നമ്മൾ അവരെ ശരിയായ ട്രെയിനിങ് ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ റോൾ ചെയ്യുള്ളൂ അവരെ. അല്ല, എനിക്ക് ഇപ്പം എൻ്റെ തന്നെ ഒരു ഏറ്റവും അടുത്ത ബന്ധു ഒരു മുത്തശ്ശി, ആ അമ്മ അടൂറിൽ നിന്ന് ഇവിടെ വന്നായിരുന്നു. ഒരു ആശുപത്രിയിൽ അവരുടെ മുട്ടിൽ ചികിത്സ നടത്തി നന്നായിട്ട് കുളമാക്കി, അത്യാവശ്യം കുളമാണ്. എന്ന് വെച്ചാൽ അവർ നടന്നങ്ങോട്ട് പോയി, അവർ കിടന്ന് ഇങ്ങോട്ട് ഇറങ്ങി, അങ്ങനെയായിരുന്നു അവസ്ഥ. പക്ഷേ ഇവിടെ ഡോക്ടർ മുരുകൻ ബാബു അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഈ ആശുപത്രിയിൽ അവർ നടന്നാ പോയത്. അതെ അതെ, അത് അദ്ദേഹത്തിന്റെ പ്രത്യേക കഴിവ് തന്നെയാണ്. ഈ മുട്ടു ശസ്ത്രക്രിയയിൽ ഡോക്ടർ മുരുകൻ ബാബു ഒരു അത്ഭുതം. അദ്ദേഹം അറിയപ്പെടുന്നതിന് മുട്ടുമുരുകൻ എന്നാണ്. എനിക്ക് തോന്നി അദ്ദേഹത്തിന് ആ കാര്യത്തിലൊക്കെ നല്ല വീക്ഷണമുള്ള ആളാണെന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പൊ അമ്മ വളരെ സന്തോഷത്തോടെ ആ അടൂരിൽ ഇങ്ങനെ നാട്ടില് നടക്കുന്നുണ്ട്. അതിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഏറ്റവും അടുത്തൊരു ബന്ധുവാണ് ഈ അമ്മ. കേരളത്തിനകത്തും പുറത്തുനിന്നും ധാരാളം പേഷ്യൻസ് ഇവിടെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വരാറുണ്ട്. അവർ സുഖം പ്രാപിച്ച് പോകാറുമുണ്ട്. ഇറങ്ങിയല്ലോ, നമ്മളിതിന്റെ ലോബിയിലെത്തി. റിസപ്ഷനായല്ലോ, റിസപ്ഷനാണ്. ഈ യഥാർത്ഥത്തിൽ നമ്മൾ ഈ SKN40 ഭാഗമായിട്ട് ഈ ഹോസ്പിറ്റൽ സന്ദർശിക്കണമെന്ന് വിചാരിച്ചതാണ് ഫാദറെ. അപ്പോൾ പ്രത്യേകിച്ച് മയക്കുമരുന്നും വ്യാപനത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് വലിയ റോളുണ്ടല്ലോ. കാര്യം ഇതിനകത്തൊരു അവബോധം ഉണ്ടാക്കുക. പക്ഷെ അന്ന് പറ്റിയില്ല. അതിങ്ങനെ മാറ്റിവെച്ച് ഇന്നായിപ്പോയി. അന്ന് അത് പക്ഷേ സന്തോഷമുണ്ട്. കാര്യം ഫാദറിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് തന്നെ ഇവിടെ വരാൻ പറ്റിയല്ലോ. അല്പം വൈകിയാണെങ്കിലും ഇന്നും സാധിച്ചല്ലോ. അതല്ല, രാജഗിരി ആശുപത്രിയൊക്കെ തന്നെ നമ്മുടെ SKN40 പോലുള്ള സംരംഭങ്ങൾക്കൊക്കെ വലിയ പിൻബലമാണ് നൽകുന്നത്. കാര്യം നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയാനുള്ള നമ്മുടെ ആത്മാർത്ഥമായ നീക്കത്തിന് അതിലും കരുത്തോടെ നിങ്ങൾ സഹായിക്കുന്നു. സന്തോഷം. വരുന്ന തലമുറയെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കണമെങ്കിൽ ഇത് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. മമ്മൂക്കയുടെ പടം കണ്ടു. മമ്മൂക്കയുടെ അടുത്ത് സംസാരിച്ചിരുന്നു. വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. ചെന്നൈയിലാണ് ഉള്ളത്. അപ്പോൾ മമ്മൂക്കയുമായിട്ട് സഹകരിച്ച് വാത്സല്യം അദ്ദേഹത്തിന് ഏറ്റവും ഹിറ്റായ സിനിമയായിരുന്നു. മമ്മൂക്ക രാജഗിരിയുടെ പല സോഷ്യൽ വർക്ക് പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. പല പ്രോഗ്രാമുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് ഹൃദയം നടത്തി. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിക്കുന്ന വാത്സല്യം എന്ന് പറയുന്നത് പാവപ്പെട്ട കൊച്ചുകുട്ടികൾക്ക് റോബോട്ടിക് സർജറി, അത് നിമിതമായ തിരക്കിലും സൗജന്യമായും ആർക്കാണോ അത് വേണ്ടത് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു പ്രോജക്റ്റാണ്. വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങനെയുള്ള സോഷ്യൽ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. എല്ലാവർക്കും അത് ഒരു മാതൃകയുമാണ്. ഇവിടെ മെട്രോയുടെ ബസ് സർവീസ് ഉണ്ടോ? കാറില്ലാത്തവർക്കും രാജഗിരി ആശുപത്രിയിൽ വരണം. അപ്പം നമ്മളുടെ മെട്രോ സ്റ്റേഷൻ ആലുവയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ അരമണിക്കൂറും ഇടവിട്ട് മെട്രോയുടെ ബസ് നമ്മളുടെ ഹോസ്പിറ്റലിലെത്തും. അല്ല, ഇത് മെട്രോയുടെ ആണോ, കൊച്ചി മെട്രോ ലിമിറ്റഡിന്റെ ആണോ, രാജഗിരിയുടെ ആണോ? കൊച്ചി മെട്രോ ലിമിറ്റഡിന്റെ ആളുകൾക്ക് വേണ്ടി മെട്രോയുടെ ബസ്സാണ്. അതെ അതെ, രാജഗിരി ടൈം ഉണ്ടാക്കിയിരിക്കുകയാണോ? ഇലക്ട്രിക് വണ്ടിയാണ്. കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം. നമ്മൾ കാറിന് തന്നെ വരണമെന്നില്ല. പിന്നെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അല്ല, മാത്രമല്ല ഈ കൊച്ചിയിൽ ഇപ്പം മെട്രോ നന്നായി വളരുകയാണ്. അപ്പോൾ ആലുവ പോലെയുള്ള ഒരു സ്ഥലത്താണ് എൻ്റെ അവസാന പോയിന്റ്. അവിടെ ഇറങ്ങിയ അരമണിക്കൂർ കൊണ്ട് വണ്ടി വരും. അരമണിക്കൂർ എടുക്കില്ല. ഈ ഇവിടേക്ക് ഒരു 7 സർവീസ് നടത്തുന്നു ഞാൻ കേട്ടു. അതെ അതെ അതെ, 7 ആളുകൾക്ക് വലിയ സൗകര്യം. കാര്യം കാറൊക്കെ പിടിച്ച് കാഴ്ചകളാണ് തുടങ്ങും. പിന്നെ നമ്മൾ 2-3 ബസ്സുകളിലേക്ക് മുൻപോട്ട് പോകും. നമുക്ക് വിദേശ നാടുകളിൽ നിന്നൊക്കെ രോഗികൾ വരുന്നുണ്ട്. നമുക്ക് ധാരാളം രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പ്രധാനമായിട്ടും വരുന്നത് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക. ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ നല്ല ആശുപത്രിയുള്ള ആൾക്കാർ രാജഗിരിയിലേക്ക് വരാൻ എല്ലാ ആശുപത്രികളുടെ എണ്ണം കുറവാണ്. ഉണ്ട്. ഈ ട്രീറ്റ്മെന്റ് ചെലവ് കുറവാണ്. മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾക്ക് പൊതുവെ ഇന്ത്യൻ ഡോക്ടേഴ്സിനോട് താല്പര്യമുണ്ട്. പിന്നെ കൊച്ചിയുമായിട്ട് പ്രത്യേകത നല്ല കണക്ടിവിറ്റി ഉണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ ആഫ്രിക്കയിൽ നിന്നും മാൽദീവ്സിൽ നിന്നും ഒക്കെ ഇവിടെ രോഗികളുണ്ട്. അവർക്കൊരു പ്രത്യേക കൗണ്ടർ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടപ്പോഴേ ഞാൻ വാറോട് ചോദിച്ചത്.
ആ കൗണ്ടറിൽ വന്നാൽ പിന്നെ അവരെ എസ്കോർട്ട് ചെയ്തുകൊണ്ട് ആളുകൾ കൊണ്ടുപോകും. എല്ലാ കാര്യങ്ങളും സുഗമമായിട്ട് നടക്കും. പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഈ രാജഗിരിയിൽ വന്നു പോകുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ ഇവിടുത്തെ ആളുകളുടെ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള മറ്റുള്ള പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും മറ്റ് ജീവനക്കാരുടെയൊക്കെ ഒരു പെരുമാറ്റം, അത് വളരെ വളരെ പ്രത്യേകിച്ച് സ്റ്റാൻഡ് ബൈ ആയിട്ട് വരുന്ന ആളുകളൊക്കെ തന്നെ അലോസരം ഉണ്ടാക്കാത്തതിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും, കാര്യം എപ്പോൾ വേണമെങ്കിലും ടെൻഷൻ ഉണ്ടാകുന്ന സ്ഥലമാണല്ലോ ആശുപത്രി. പ്രത്യേകിച്ച് ഈ ആശുപത്രികൾ തല്ലിപ്പൊളിക്കുന്ന ഒരു കാലത്ത് എന്ത് പ്രകോപനം വേണം ഉണ്ടാകും. പക്ഷേ അതൊക്കെ വളരെ സഹിഷ്ണുതയോടെയും സമാധാനത്തോടെയൊക്കെ കാണുന്ന ഒരു രീതി ഇവിടെയുണ്ട്. അത് നിങ്ങൾ അച്ഛന്മാരുടെ പൊതുവെയുള്ള രീതിയുടെ ഭാഗമായിട്ടാണോ? നമ്മൾ ഡോക്ടേഴ്സിന്റെ കാര്യത്തിൽ എല്ലായിടത്തും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ ഹൗസ് കീപ്പിംഗ് ചെയ്യുന്ന സ്റ്റാഫ് മുതൽ എല്ലാ തരത്തിലുമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്ത് ബോധപൂർവം അവരെ പേഷ്യൻ്റ് ഫ്രണ്ട്ലിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നയം. ഓക്കെ, വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത്തിരി നടന്നാലോ ഫാദറെ? എനിക്ക് തോന്നുന്നു എന്നെക്കാളും ചെറുപ്പമായതുകൊണ്ട്. അപ്പോൾ ഫാദർ ഒരുപക്ഷെ ഫാദർ മുഴുവൻ സമയം ഇവിടെയുള്ള ആളല്ലേ? അതെ അതെ, ഞാനിവിടെ മുഴുവൻ സമയം സംതൃപ്തനാ? ഓ, വലിയ തോതിൽ സംതൃപ്തനാണ്. 15 കൊല്ലമായി ഇവിടെയായിട്ട്. ഇതെന്താ ഫാദർ, ചാപ്പലാണ്? ഞങ്ങളുടെ ചാപ്പലാണ്. ഈ ഹോസ്പിറ്റൽ സമുച്ചയത്തിന്റെ ഏറ്റവും സെൻട്രൽ ഭാഗത്താണ് ഈ ചാപ്പൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ ആശുപത്രി കാണുന്നതല്ലോ ഇങ്ങനെ? എല്ലാ ആശുപത്രികളിലും ചാപ്പലുണ്ട്. ഇവിടുത്തെ പ്രത്യേകത, ഇത് നമ്മൾ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ അകത്ത് കയറാം. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഈ ആശുപത്രിയുടെ ഹൃദയഭാഗത്ത് ഇത് എങ്ങനെ കണ്ടിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഭാഗം മാത്രം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പണിതിട്ടില്ല. ഇതാണ് ഈ ഭാഗത്ത് ഇതിൻ്റെ ടോപ്പ്. മറ്റ് കെട്ടിടത്തിന് മറ്റ് ഭാഗങ്ങളെല്ലാം 11 നിലയും 12 നിലയും 13 നിലയും ഒക്കെ നമ്മൾ പണിതിട്ടുണ്ട്. എന്തായാലും പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങൾ ഫാദറിൻ്റെ ഈ ജന്മദിനത്തിലുണ്ടായി. നമുക്കിനി പുറത്തോട്ട് നടന്നല്ലോ ഫാദറെ. ഓക്കെ, ഇവിടെ എല്ലാം കൂടി ഇപ്പോൾ എത്ര ജീവനക്കാരുണ്ടാവും ഫാദറെ? 4300 പേരുണ്ട്. അത്രയും കൂടുതൽ ആൾക്കാർ വേണം ഇത്രയും വലിയൊരു ആശുപത്രി പ്രവർത്തിപ്പിക്കാൻ. ഇത്രയും കുടുംബങ്ങൾക്ക് ഇതിനെ ആശ്രയിച്ച് ജീവിക്കാനും അത് മുഖേന ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ രോഗി ശുശ്രൂഷ ലഭിക്കാനും അത് കാരണമാകുന്നു. ഫാദറെ, നമുക്ക് ഈ ഗാസ്ട്രോ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് പോയാലോ? ഇവിടുത്തെ ഗാസ്ട്രോയെ കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കുന്നു. ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു വമ്പൻ ടീമാണ്. ഡോക്ടർ ഹെപ്പറ്റോളജിസ്റ്റുമാർ 2 പേരുണ്ട്. ലേക്ക് ഷോർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സങ്കല്പമായിരുന്നല്ലോ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ. അതെ 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 അതെ, നമുക്ക് അടുപ്പുള്ള ആളാ. അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. അദ്ദേഹം ഇന്ന് ഉള്ള ദിവസം തന്നെയാണല്ലേ? അതെ അതെ, അദ്ദേഹം എപ്പോഴും തിരക്കിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ക്യാൻറ്റീനൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഈ ഭക്ഷണത്തിന്റെ കാര്യം ചോദിക്കണം. ഇവിടെ എല്ലാ തരത്തിലുമുള്ള കുസീൻസ് ഉണ്ട്. കാരണം വിദേശികളും ധാരാളം വരുന്നത് കൊണ്ട് മലയാളി ഭക്ഷണം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള കുസീൻസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഭക്ഷണമൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുമോ? എല്ലാം കൊടുക്കും. അറബിക് ഫുഡ് മാത്രമല്ല, ആഫ്രിക്കൻ ഫുഡ് എല്ലാം നമ്മൾ കൊടുക്കും. അപ്പോൾ ഫാദറെ, നമ്മൾ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഗാസ്ട്രോയിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ സണ്ണി. ഡോക്ടർ നമ്മുടെ ചിരപരിചിതനാണ്. ഡോക്ടറെ സുഖമായിരിക്കുന്നു? ദിവസമായി കണ്ടിട്ട് ഡോക്ടറെ? കഴിഞ്ഞ ദിവസം നമ്മൾ AR വെച്ച് കണ്ടിരുന്നു. അവിടെ വെച്ച് കണ്ടു അല്ലേ? നമ്മൾ ആകാശവാണിയിൽ, ഞങ്ങൾ കൊച്ചി ആകാശവാണിയിൽ TP രാജേഷ് ഒരാളുടെ യാത്രയപ്പ് ചടങ്ങ്. അല്ല, ഡോക്ടർ എല്ലായിടും ഉണ്ട്, റേഡിയോയിലും ടെലിവിഷനിലും ഒക്കെ ഇങ്ങനെ പറന്ന് പന്തലിച്ചേക്കുക. ഡോക്ടറെ, എങ്ങനെയുണ്ട് രാജഗിരി, എങ്ങനെ പോകുന്നു? ഇപ്പോൾ സാധാരണക്കാരെ ആൾക്കാർ ഇത് കൊച്ചിയിലേക്കുള്ള പ്രേക്ഷകരെ കണ്ടുകൊണ്ട്, കൊച്ചി മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രോഗികളുണ്ടല്ലോ, അവർ കാണുമ്പോൾ ഇപ്പോൾ ചികിത്സാ ചെലവ് വളരെ കൂടുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? വരുന്ന രോഗിയോടുള്ള നമ്മുടെ ആ കാര്യത്തിലെ ഡീലിംഗ് എങ്ങനെയാണ്? തീർച്ചയായിട്ടും രോഗികൾക്ക് അങ്ങനെ ഒരു ഭയാശങ്കയുണ്ട്. പക്ഷെ രാജഗിരി ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച നിലവാരമുള്ള ചികിത്സ കൊടുക്കും, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ തന്നെ കൊടുക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു പ്രത്യേകത. അതുതന്നെയല്ല, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അത് പരിഹരിക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനിലും ഞങ്ങളും ഒക്കെ അതിന് സഹായകരമായിട്ട് ഉള്ള നീക്കങ്ങൾ ചെയ്യും. ഒരു അനുഭാവപൂർവമായ ഒരു നിലപാട് എപ്പോഴും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതിലുണ്ടല്ലോ ഫാദർ, ഇപ്പോൾ വേറെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ നമ്മുടെ ജോൺ അച്ഛനായിരിക്കും ഇത് പറയാൻ പറ്റുക, ഈ രോഗികളായിട്ട് വരുന്ന ആളുകൾക്ക് രോഗമില്ലെങ്കിലും അഡ്മിറ്റ് ചെയ്യും,
എന്നുള്ള രീതിയിലുള്ള പരാതികളൊക്കെ പുറത്ത് കേൾക്കുന്നു. നമുക്ക് പരിപാടി രോഗികളായവർ അഡ്മിറ്റ് ചെയ്യാൻ സ്ഥലമില്ല. പിന്നെ അല്ലാത്ത അതുകൊണ്ടാണ് നമ്മൾ പുതിയ കെട്ടിടം പണിയുന്നതും വ്യാപിപ്പിക്കുന്നതും. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല, ഒരടിസ്ഥാനമില്ല. രാജഗിരിയിലെങ്കിലും അടിസ്ഥാനം നമുക്ക് അടിസ്ഥാനമില്ല. ഉള്ള സ്ഥലത്ത് നമുക്ക് പേഷ്യൻസിന് കിടത്താൻ സ്ഥലമില്ല. ഡോക്ടറെ, ഈ ഇവിടെ ഏറ്റവും കൂടുതൽ രോഗികളിൽ വരുന്ന എന്ത് തരം ട്രീറ്റ്മെന്റാണ്? ഒന്ന് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഡിസീസിനാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താ ഇവിടുത്തെ ഒരു ഗാസ്ട്രോയുടെ ഡിപ്പാർട്ട്മെന്റിന്? നമ്മുടെ ഗാസ്ട്രോ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ലോകോത്തര നിലവാരമുള്ള ചികിത്സ നൽകുവാൻ സാധിക്കുന്ന തരത്തിലുള്ളതായ ഡോക്ടേഴ്സ് ഉണ്ട്. തന്നെയുമുള്ള ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാത്തരം എക്യുപ്മെൻസും ചികിത്സാ രൂപവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റാണ്. നമുക്കറിയാം, ദിനം ഇങ്ങനെ ഈ ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. പലതരത്തിലുള്ള ക്യാൻസറുകളാണുള്ളത്. ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് പണ്ട് വന്ന് ഒരു ക്യാൻസർ രോഗ വിദഗ്ധൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. ക്യാൻസർ രോഗം ചികിത്സിക്കുന്നതിന് വേണ്ടി ഓങ്കോ സർജൻ, റേഡിയേഷൻ കൊടുക്കുന്ന ആൾക്കാരെ, പെറ്റ്, സ്പെക്ട്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിനുള്ള ഡോക്ടർമാരെല്ലാം ഒരു കുടക്കീഴിൽ വേണം. ഇപ്പോഴേ ഡോക്ടറെ, ഈ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിലപ്പോഴേ ചില ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയും, ഈ അമേരിക്ക പോലെ വികസിതമായ രാജ്യങ്ങൾ കിട്ടുന്ന ചികിത്സാ സാധ്യത തന്നെ ഇപ്പോൾ കേരളത്തിലും കിട്ടുന്നു എന്നാണ് പറയുന്നത്. കാര്യം അവിടെ അമേരിക്കയിലുമൊക്കെ ഈ രോഗികളെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, വലിയ പണച്ചിലുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ അങ്ങനെയുള്ള ഈ ക്യാൻസർ ചികിത്സയിൽ എന്തൊരു മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? അല്ല, 100% ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രക്രിയയാണ്. അതിന് വേണ്ടുന്ന ഒത്തിരി സാങ്കേതിക വൈദഗ്ധ്യം വേണം. അതുപോലെ അതിന് വേണ്ടുന്നതായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണം. ഇത് തന്നെയല്ല, ചികിത്സിക്കുന്നതിനൊരു ചികിത്സാ ഏകോപന രീതി വേണം. അതായത് ഇപ്പോൾ ക്യാൻസർ കണ്ടുപിടിച്ചതിന് സർജറി വേണം. ചിലപ്പോൾ സർജറിക്ക് മുമ്പ് തന്നെ കീമോതെറാപ്പി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ സർജറിക്ക് ശേഷമായിരിക്കും കീമോതെറാപ്പി കൊടുക്കുന്നത്. അതുപോലെ റേഡിയേഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് ഡയഗ്നോസ് ചെയ്യുന്നതിന് പെറ്റ്, സ്പെക്ട്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇതെല്ലാം ഉള്ള ഒരു ആശുപത്രിയിലേക്കാണ് തീർച്ചയായിട്ടും രോഗികൾ പോകുന്നത്. ഇന്ന് രാജഗിരി മാത്രമല്ല, കേരളത്തിൽ പല ആശുപത്രികളുണ്ട്. രാജഗിരി ഈ വക എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഫാദറെ, നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ വന്നു. ഇല്ല, B3 ആണ് അല്ലേ എന്ന് പറഞ്ഞാൽ അത് ഒരു വശത്ത് മാത്രമേ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഫാദറെ, ഈ ചില ആശുപത്രിയിലൊക്കെ ചെന്ന സ്ഥലയലപ്പുറമം വരും രോഗിക്ക്. കാരണം ഇത് എങ്ങോട്ടാ പോകണ്ടേ? അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ദിശാപ്രശ്നങ്ങളും ഞങ്ങളുടെ ഏതാണ്ട് 100 കണക്കിന് ആളുകൾ വഴികാട്ടി നിർദ്ദേശം കൊടുക്കാനായിട്ടൊക്കെ റെഡിയാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? ഇല്ല. ഈ രാജഗിരിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. 2014 തോന്നി ഈ ആശുപത്രി വന്നത് അല്ലേ? അപ്പോൾ ഈ വളരെ 10-11 വർഷം കൊണ്ട് തന്നെ ഈ ലെവലിൽ ഈ ആശുപത്രിക്ക് എത്താൻ പറ്റി. കേരളത്തിൽ നല്ല ഖ്യാതി നേടിക്കഴിഞ്ഞു. അപ്പോൾ ഈ എന്താണ് ഈ ചെറിയൊരു പീരീഡിനുള്ള അച്ഛൻ പറഞ്ഞ പോലെ ഈ അച്ഛന്മാർ നേതൃത്വം കൊടുക്കുന്ന ഈ സ്ഥാപനം, ഹിസ്റ്ററി പഠിച്ച ഒരു അച്ഛനാണ് CEO. ഒന്ന്, ഞങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്. ആ ഫയർ എന്ന് പറയുന്ന ചരിത്രമുണ്ട് അല്ലേ? അതിന് ചരിത്രമുണ്ട്. അതായത് ഇതൊരു അച്ഛന്മാർ നടത്തുന്ന ഒരു ക്രിസ്ത്യൻ സ്ഥാപനമാണ്. കർത്താവിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രോഗികളെ തൊട്ട് സുഖപ്പെടുത്തുക. ആ ഒരു മിഷൻ ഉള്ളിൽ കരുതിക്കൊണ്ടാണ് ഞങ്ങൾ ഈ നടക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മറ്റ് ചിന്തകൾക്കും വിശ്രമിക്കാനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. ഫാദർ ഇത്രയും കാലത്തെ ഇവിടുത്തെ 10 വർഷം ഇവിടെ ഫാദർ ഉണ്ടായിരുന്നല്ലോ. ഈ 10 കൊല്ലക്കാലത്തെ പ്രവർത്തനം വെച്ച് ഫാദറിന് ഒരു ചോര കിനിയുന്ന ബ്ലഡ് വരുന്ന ഒരു ആത്മാർത്ഥത്തെ പറയാൻ പറ്റുമോ? ഈ രോഗികളോട് എന്നും നമ്മൾ സത്യസന്ധരും ആത്മാർത്ഥമുള്ളവരുമായിരുന്നു. എന്നും നമ്മൾ സത്യസന്ധരായിരുന്നു, ആത്മാർത്ഥതയുള്ളതായിരുന്നു. ഉറപ്പിച്ചു പറയാൻ പറ്റും, യാതൊരു ചാഞ്ചല്യമില്ലാതെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന്റെ മുന്നോട്ടുള്ള വളർച്ച എങ്ങനെയായിരിക്കും? ഇതിന്റെ മുൻപോട്ടുള്ള വളർച്ച നമുക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കണം. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് DNB കോഴ്സുകൾ ഇപ്പോൾ ഇതിനോടകമുണ്ട്. ഇത് കൂടാതെ ഞങ്ങൾ MRCP എന്ന് പറയുന്നത് UK-യിലുള്ള റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഇൻ ഇന്റേണൽ മെഡിസിൻ, അതും ഞങ്ങളിവിടെ ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് തുടങ്ങണമെന്നാണ് ആഗ്രഹം. പക്ഷേ കേരളത്തിലിപ്പോൾ രോഗികളുടെയും ഡോക്ടറുടെയും അനുപാതം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഡോക്ടേഴ്സിൻ്റെ എണ്ണവും ഈ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണവും കൂടുതലാണ്. അതുകൊണ്ട് പുതിയൊരു നയം ഒക്കെ ഇതിന് വരേണ്ടതായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ സ്കൂളിലേക്കും പോകും. നമ്മൾ നിൽക്കുന്ന രാജഗിരി ആശുപത്രിയിലാണ്. ഇതിൽ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിലാണ്. ഡോക്ടർ വിജയൻ ആക്ച്വലി ഈസ് ഫ്രം കർണാടക. പക്ഷേ കുറച്ചധികം കാലം ഒരു മലയാളിയുടെ ലുക്കിൽ ഇവിടെ ജീവിക്കുകയാണ് അല്ലേ? അതെ സാർ. എങ്ങനെയാണ് ഡോക്ടർ കേരളത്തിലെ ജീവിതം? സുഖമാണ്. ഡോക്ടർ 5-6 വർഷമായില്ലേ ഇവിടെ? 13 വർഷം കേരളത്തിൽ ഇവിടെ ഹോസ്പിറ്റൽ. 18 years ആയി. നേരത്തെ എവിടെയായിരുന്നു? ഞാൻ ഇതിന് മുമ്പ് അമൃത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ, ഈ ന്യൂക്ലിയർ മെഡിസിൻ ഒരു പക്ഷേ ഇത് വലിയൊരു വളരെ ഒരു മോഡേൺ ബ്രാഞ്ചാണല്ലോ അത്. മോഡേൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ഹോസ്പിറ്റൽസ് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ പണ്ട് മുതലുണ്ട്, പക്ഷെ നേരത്തെ ടീച്ചിങ് കോളേജസിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാക്കി ഹോസ്പിറ്റൽസിലും വന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ റേഡിയേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് കാരണം ഇതിൻ്റെ റെഗുലേഷൻസ് ഇച്ചിരി ടൈറ്റാണ്. നൗ
it's coming into other hospitals also. ഇവിടെ എന്താ നടക്കുന്നത് ശരിക്കും? ഓക്കെ സർ, ഇത് പെറ്റ് CT ആണ് ഇതിൻ്റെ പേര്. സോ മിക്കവാറും ക്യാൻസേഴ്സിൻ്റെ സ്റ്റേജിങ് ഓഫ് ക്യാൻസേഴ്സ്, പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ് അറിയാൻ വേണ്ടി, ഇല്ല ഈ ക്യാൻസേഴ്സ് വീണ്ടും തിരിച്ച് വരുന്നുണ്ടോ, അതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളാണ് ഇത്. മിക്കവാറും ഗൈഡ് ലൈൻസിൽ ഇതാണ് പറയുന്നത്. ഒരു ഇമേജിംഗ് ആണ്, ഹോൾ ബോഡി ഇമേജിംഗ്. നമ്മുടെ ഇവിടെ കൊടുക്കാൻ പോകുന്ന മെഡിസിൻ റേഡിയേഷനിലെ ഒരു ഗ്ലൂക്കോസ് പോലൊരു മോളിക്യൂളാണ്. സോ നമ്മുടെ ദേഹത്തിൽ എവിടെയെങ്കിലും ഈ ട്യൂമർ വളരുന്നുണ്ട്, സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ അത് അവിടെ പോയി ക്യാപ്ചർ ആവുന്ന മെഡിസിനാണ്. സോ ഒരു സ്റ്റാൻഡേർഡ്, ഇപ്പോൾ മിക്കവാറും ഗൈഡ് ലൈൻസിൽ ഇതൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ. ക്യാൻസർ ഉണ്ടാവുമല്ലോ, ഈ ക്യാൻസറുകളുടെ എണ്ണം കേരളത്തിൽ വളരെ കൂടുക. പല കാരണങ്ങളുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്നൊക്കെ ചിലർ പറയുന്നു, വേറെ മറ്റു ചില പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ഇവിടേക്കും രോഗികളുടെ ക്യാൻസർ രോഗികളുടെ വരവ് കൂടുതലാണോ? ഇപ്പോൾ വൺ തിങ്, അവയർനെസ് കൂടില്ല, പിന്നെ നമ്മൾ പേടിയും കൂടിയിട്ടുണ്ട്. പേടി ഇല്ല ആക്ച്വലി, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ മറ്റേ അവയർനെസ്സും എഡ്യൂക്കേഷൻ ആയതുകൊണ്ട്, കാരണം അത്രയ്ക്ക് പേടിയില്ല. സോ ആൾക്കാർ പുറത്ത് വന്ന് പറയുന്നുണ്ട് ദാറ്റ് പിന്നെ ട്രീറ്റ്മെൻറ്റിൽ ഇച്ചിരി കൂടി ഒരു അക്സെപ്റ്റബിൾ ആവുന്നുണ്ട്. നേരത്തെ ആ പേടി കാരണം ഹോസ്പിറ്റലിലോട്ട് വരാൻ ഒരു പേടിയോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക്. പക്ഷേ ഇപ്പോൾ അത് മാറുന്നുണ്ട്. ആൻഡ് ഇൻസിഡൻസ് ഡെഫിനറ്റ്ലി ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും കൂടിക്കൊണ്ടിരിക്കുക. ഏത് തരം രോഗികളാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ടെസ്റ്റിനൊക്കെ വിധേയമാക്കുക? ഇവിടെ അതെ മിക്കവാറും ഓൾമോസ്റ്റ് 80% ഓഫ് ടൈം ക്യാൻസർ പേഷ്യൻസ് ആണ്. ആൻഡ് ക്യാൻസറും നമുക്ക് മോസ്റ്റ് കോമൺലി കാണിക്കുന്നത് ലിംഫോമോ, ബ്രസ്റ്റോ, ലങ്സിൽ ആ രീതിയിലാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വേറെ ഇമേജിംഗ് മൊഡാലിറ്റീസ് അല്ല. ഇപ്പോൾ തൈറോയിഡിൻ്റെ ക്യാൻസർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഗാമ ക്യാമറ, അയോഡീൻ വെച്ചിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലൂടെ ഉള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇത് ആലുവയിലാണ് ഈ രാജഗിരി ഹോസ്പിറ്റൽ. നിങ്ങൾക്കറിയാം, രാജഗിരിക്ക് ഒരുപാട് വേറെയും ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഫാദറെ, മറ്റുള്ള സ്ഥാപനങ്ങളുമായിട്ടുള്ള ഈ രാജഗിരിയുടെ ബന്ധം എങ്ങനെയാണ്? ഇത് നിങ്ങൾ രാജഗിരിയുടെ തന്നെ മറ്റു സ്ഥാപനങ്ങളുണ്ടല്ലോ. ഇതിനെല്ലാം പൊതുവായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഒരു യൂണിറ്റ് ഉണ്ട്. അതിന് പ്രോവിൻസ് എന്നും പ്രൊവിൻഷ്യൽ കൗൺസിൽ എന്നും ഒക്കെ നമ്മൾ പറയും. അതിൻ്റെ കീഴിൽ പല ട്രസ്റ്റുകളുണ്ട്. ആ ട്രസ്റ്റുകളുടെ കീഴിലാണ് ഈ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ നമ്മളെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഫാദറെ, ഈ നമ്മുടെ മനുഷ്യകാരുണ്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സാധാരണപ്പെട്ട രോഗികൾക്കൊരു അഭയ കേന്ദ്രമാണ് ഈ രാജഗിരി എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഈ നമുക്ക് ഈ സാധാരണ പ്രത്യേകിച്ച് ജീവിക്കാനൊക്കെ മാർഗം കുറഞ്ഞ ആളുകൾ ഒരുപാടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവരോടൊക്കെ നമ്മുടെ ഒരു സമീപനം പൊതുവെ എങ്ങനെയാണ്? അവരെയാണ് ശരിക്കും അച്ഛന്മാർ നോക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രത്യേക കെയർ കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ. അതിനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. നമുക്ക് അതിനുള്ള കോർപ്പസ് ഫണ്ടുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന്. അപ്പോൾ ഇവിടെ ഒരു നല്ല പച്ചപ്പൊക്കെയുള്ള കേന്ദ്രമാണ്. അപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റ് മന്ദിരത്തിൻ്റെ ഉള്ളിൽ കടന്ന്, അതുമാത്രം പ്രേക്ഷകർ കണ്ടപ്പോൾ നിങ്ങൾ തോന്നി കാണില്ലേ, ഇത് പച്ചപ്പൊഴിഞ്ഞ സ്ഥലമാണോ? നല്ല പച്ചപ്പുണ്ട്, മനോഹരമായ സ്ഥലമാണ്. അതുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാര്യം ഈ രാജഗിരി മുന്നോട്ട് വയ്ക്കുന്ന സതുദ്ദേശപരമായ ചില നിലപാടുകൾ CEO ആയ ഫാദർ ജോൺസ് വാഴപ്പള്ളി നിങ്ങൾ കേട്ടല്ലോ. അപ്പം അത് തീർച്ചയായിട്ടും അതൊരു കമ്മിറ്റ്മെൻറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ആരോഗ്യരംഗം വലിയ എക്സ്പ്ലോയിറ്റേഷനൊക്കെ വിധേയമാക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ മുറവിളി ഉയരുന്ന ഒരു കാലത്ത് അച്ഛൻ്റെ വാക്കുകളെ നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അപ്പോൾ ഫാദറെ, ഈ നല്ല ഒരു ഗാർഡനിങ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കാര്യം കൂടി. നമുക്ക് രോഗികൾ വരുമ്പോൾ അവരുടെ കണ്ണിന് ഒരു കുളിർമ നൽകുന്ന കാഴ്ചകൾ കാണണം. കാരണം അവർ അല്ലാതെ തന്നെ ഒരുപാട് സഹനത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഗ്രീനറിക്ക് വലിയ പ്രാധാന്യം നമ്മുടെ ഈ ക്യാമ്പസിൽ കൊടുത്തിട്ടുണ്ട്. എവിടെ നോക്കിയാലും കാണാം പൂക്കളും പച്ചപ്പും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ഇത് നമ്മളുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ എമർജൻസിയിലേക്ക് വരണമെങ്കിൽ മെയിൻ ലോബിയിലേക്ക് പോകണ്ട, ഒരു സെപ്പറേറ്റ് റൂട്ടാണ്. അപ്പോൾ ഇത് ഇവിടെ വന്നാലും നമ്മൾ നേരെ എമർജൻസിയിലേക്ക് കയറാം. അതല്ല, എമർജൻസി ഞാൻ നോക്കുമ്പോൾ നല്ല പച്ചപ്പുള്ള സ്ഥലത്താണ് എമർജൻസി. അപ്പോൾ ആളുകൾക്കൊരു ആശ്വാസം വരത്തക്കോലെ അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഈ ഒരു രോഗാലയത്തിലേക്കാണ് വരുന്നത് തോന്നാതിരിക്കുന്നതാണ് എപ്പോഴും രോഗി ആശ്വാസകരമായ കാര്യം. അതല്ല, ആശുപത്രി മണമില്ലാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. കോൺക്രീറ്റ് ജംഗിൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് എപ്പോഴും ഒരു അവേർഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതെ 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 അത് തീർച്ചയായിട്ടും. അല്ല, ഇതിനകത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം പേഷ്യൻസിനെ സ്വീകരിക്കുന്ന സ്ഥലം. അതെ അതെ സംഭവങ്ങളൊക്കെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും വളരെയധികം ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം പെട്ടെന്ന് അപകടത്തിൽപ്പെട്ടു, ജീവന് വേണ്ടി മല്ലിടുന്ന ആളുകൾ, അവരുടെ ഇടയിൽ കഴിയുന്ന ഈ ആളുകളെ നമുക്ക് എന്നും കൈകൊപ്പി നമുക്ക് നിൽക്കേണ്ടി വരും. എന്തായാലും നമുക്കിവിടെ നമ്മൾ ധാരാളം
എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ നമുക്കിവിടെ വേണ്ട ഇൻഫ്രാസ്ട്രക്ചറുകളുണ്ട്. നമ്മളിപ്പോൾ ഈ തൊട്ടടുത്താണ് നമ്മളുടെ ഒരു ഓഡിറ്റോറിയം. അവിടെ നമുക്ക് തിയേറ്ററിൽ നിന്ന് ലൈവ് സർജറി നമുക്ക് ആ ഓഡിറ്റോറിയത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ CM ഡോക്ടേഴ്സിൻ്റെ ട്രെയിനിങ്ങിന് അവർക്കത് ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് കാണുകയും തിയേറ്ററിലിരിക്കുന്ന സർജനുമായിട്ട് സംസാരിക്കാനും അത് മുഖേന അവരുടെ സംശയങ്ങൾ തീർക്കാനും ട്രെയിനിങ് എന്ന് പറയുന്ന ആസ്പെക്റ്റിന് വലിയ പ്രാധാന്യം, ആ ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ. എവിടെയാണ് ഫാദർ? അത് തൊട്ടടുത്താണ്. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ ചലോ അല്ല തിയേറ്റർ അല്ലേ? അല്ലല്ല, ഇതൊരു ഓഡിറ്റോറിയം. അപ്പൊ അവിടെ നിന്ന് നമ്മൾ തീരുമാനിക്കുന്നതനുസരിച്ച് നമുക്ക് വേണ്ട കേസുകൾ നമുക്കിവിടെ, അത് രോഗിയുടെ ഒക്കെ പെർമിഷനോട് കൂടിയാണ്, അല്ലാതെ അത് രോഗിയുടെ അനുഭവത്തോടെ അല്ലേ? ഇതുപോലത്തെ ഒരു ട്രെയിനിങ് നടക്കുകയാണ്. ഇത് നഴ്സസിനുള്ള സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ആണ്. സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് അതിന് പ്രാധാന്യം. ഇവരിവിടെ കുറെ ദിവസങ്ങളിൽ അവർ ട്രെയിനിങ്ങിന് വിധേയമാകും. അപ്പൊ അത് മുഖേന അവരുടെ പേഷ്യൻസിനുള്ള പെരുമാറ്റത്തിനുമൊക്കെ ഒരു സോഫ്റ്റായിട്ടും ഒരു എമ്പത്തിയോട് കൂടി പെരുമാറാൻ അവർക്ക് കഴിയും. ഇതാണ് നമ്മളുടെ ഓഡിറ്റോറിയം. അത് കേൾക്കാവുന്നതാണല്ലേ? വെരി സോറി, അങ്ങയുടെ പ്രോഗ്രാം തടസ്സപ്പെടുത്താൻ വന്നതല്ല നമ്മൾ. അതൊന്ന് പ്രേക്ഷകരെ കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുവെന്നാണ് ഫാദർ ജോൺസ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഹലോ, നിങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷം. അപ്പോൾ ഫാദറെ അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചാൽ കൊള്ളാം. ഇപ്പം നടക്കുന്ന ഈ യജ്ഞം എനിക്ക് പറഞ്ഞാൽ മതി. താങ്ക് യു. അതിൻ്റെ പേര്? എൻ്റെ പേര് ഫാദർ ജിജോ കടവൻ. ഞാൻ HR ഡയറക്ടറാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് പേരന്റ് ഓറിയന്റേഷൻ ആണ്. പണ്ട് സ്കൂളുകളിലാണ് ശരിക്കും ഓറിയന്റേഷൻ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ പേരൻസ് ആണോ വന്നിരിക്കുന്നത്? മുഴുവൻ പേരൻസ് ആണ്. നമ്മുടെ പുതിയ ബാച്ച് ഇവിടെ തുടങ്ങാണ്. അതിൽ പേരൻസിനുള്ള ഓറിയന്റേഷൻ ആണ്. ഇത് ഒരു 100ഓളം പേരൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾ ഈ രാജഗിരി പരിചയപ്പെടുത്തുന്നു. ഈ കുട്ടികൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു കൊടുക്കുന്നു. അവർ നേരിടുന്ന ചലഞ്ചസ്, ഇവരുടെ ചലഞ്ചസ് അതെല്ലാം പറഞ്ഞ് ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അവരുടെ പ്രതീക്ഷകൾ, അങ്ങനെ ഒരു ഷെയറിംഗ് സെക്ഷൻ. അപ്പോൾ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. നമസ്കാരം മാം. നമസ്കാരം. നിങ്ങൾ വരാം. അപ്പോൾ ഇവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, അതിനുള്ളൊരു വേദിയാണ്. അപ്പോൾ ഇവർക്ക് ഇന്ന് പരിചയപ്പെടാം. ഈ സെഷൻ കഴിഞ്ഞാൽ ഇവരെ പരിചയപ്പെടാം. അപ്പോൾ ഇവരുമായിട്ടുള്ള ആ ലിങ്ക്, അതാണ് ഞങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഐഡിയ നല്ലതാ. ഇത് അച്ഛന്മാർ CMI ഫാദേഴ്സിന് അങ്ങനെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് വർക്കാവും എങ്ങനെയാവും. കാരണം സ്റ്റുഡൻസിനെ പോലെ അവരെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദെയർ ഒപ്പീനിയൻ എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഒത്തിരി ബാച്ചസ് ആയി. അപ്പോൾ ഞങ്ങൾ വിജയമാണ്. അവരും ഒത്തിരി മെർജ് ചെയ്ത് നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ലിമ. ഞാൻ ഡയറക്ടറാണ്. ജൂലി. ഇതിനെ കുറിച്ചൊന്ന് പ്രതികരിച്ചേ. വളരെ നല്ല രീതിയിലാണ് ഇത് പോകുന്നത്. കാരണം ഇനീഷ്യലി ഒക്കെ നമുക്ക് പേരൻസും ആയിട്ടുള്ളൊരു ഇന്ററാക്ഷൻസ് കുറവായിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് ഒത്തിരി പ്രയോജനം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിന് മുമ്പ് ഇങ്ങനെ സെഷൻ ഇല്ലാതിരുന്ന കാലത്ത് നമുക്ക് പേരൻസുമായിട്ടുള്ളൊരു ഇന്ററാക്ഷൻ സെഷൻസ് ഇല്ലായിരുന്നപ്പം നമുക്ക് പിള്ളേരെ ഇവിടുന്ന് പോയി പറയുന്നത് എന്താണോ അതൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടമാണല്ലോ ഇപ്പം. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പേരൻസിനോട് എന്ന് പറയുന്നു, പേരൻസ് നമ്മളുമായിട്ടൊരു ക്ലോസ് ഇന്ററാക്ഷൻ വെക്കുന്നു. അങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും പിള്ളേരെ അവരുടെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് മോൾഡ് ചെയ്യാനും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. അപ്പോൾ ഫാദറെ നമുക്ക് നീങ്ങാം അല്ലേ? അപ്പോൾ പേരൻസ് താങ്ക് യു. ഗ്ലോബസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോക്ടർക്ക് അറിയാം ഗ്ലോബസ്റ്റിനെ കുറിച്ച്? ഗ്ലോബസ് ഏരിയ എന്ന് പറയുന്ന ഒരു പ്രീമിയം സർവീസ് കൊടുക്കുന്ന ഒത്തിരി വിദേശികൾ ഇവിടെ വരും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഏരിയയാണിത്. ഡോക്ടർ സുഖമായിരിക്കുന്നോ? എൻ്റെ പേര് ടോം ജോസ് ആണ്. നമ്മൾ ഈ ഗ്ലോബസ്റ്റ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോകുന്നത്, നമ്മുടെ ഗ്ലോബസ്റ്റ് വിദേശ നിന്ന് വരുന്ന ആൾക്കാർക്ക് കഫയും അതുപോലെ തന്നെ റൂമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ ഏത് ഡിപ്പാർട്ട്മെന്റാ? ഞാൻ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്. ആണല്ലേ? ഓ ഞാൻ ഡോക്ടർ മുരുകൻ ബാബുവിന്റെ കാര്യം പറയായിരുന്നു. അല്ല, കിടന്നു വന്ന എൻ്റെ ഒരു അമ്മമ്മയെ നടത്തി വിട്ടു. ഞങ്ങളിവിടെ 11 വർഷമായിട്ടുണ്ട്. ഞാൻ മുരുകൻ സാറ് ഞങ്ങൾ 10-15. ഡോക്ടർ നാട്? എൻ്റെ നാട് പാലയാണ്. അപ്പോൾ ഡോക്ടർ സുഖമായിരിക്കട്ടെ. സുഖമായിരിക്കും. ഓക്കെ, താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ്. വി ആർ ഫ്രം എ ടെലിവിഷൻ ന്യൂസ് ചാനൽ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഓക്കെ. ഗുഡ് മോർണിംഗ്.
ഇതൊരു നല്ല കാഴ്ചയാണല്ലോ. അപ്പോൾ ഇവിടെ ഫാദറെ വിദേശികൾക്കല്ലാത്ത സ്വദേശികൾക്കും കഴിക്കാമോ? ആർക്കും വരാം. ഇവിടെ ഭക്ഷണത്തിന്റെ പ്രത്യേകത എങ്ങനെ? ആർക്കും കഴിക്കാം, വിവേചനമില്ല. അല്ല, ഈ വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർക്കുള്ള റൂംസിനോ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവർക്ക് കൊടുക്കുന്ന റൂമുകളൊക്കെ മാത്രമായിട്ട് റൂംസ് ഇല്ല. റൂംസ് ആർക്കും കൊടുക്കാം. കൂടുതൽ സൗകര്യം, ഇന്റർനാഷണൽ ക്വാളിറ്റി കീപ്പ് ചെയ്തിരിക്കും. കൂടുതൽ സൗകര്യം വേണ്ടവർക്ക് അങ്ങനെയുള്ള റൂംസ് കിട്ടും. വ്യത്യസ്ത തരം ഭക്ഷണം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? എല്ലാം ഉണ്ട്. ആഫ്രിക്കൻ കുസീൻ ഉണ്ട്, മിഡിൽ ഈസ്റ്റ് കുസീൻ ഉണ്ട്, മാൽദീവിയൻ കുസീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഡോക്ടറോട് ചോദിക്കട്ടെ, ഡോക്ടറെ, ഇവരെയൊക്കെ ഡീൽ ചെയ്യാൻ എളുപ്പമാണോ ഈ വിദേശത്ത് നിന്ന് വരുന്ന രോഗികളെ? വളരെ എളുപ്പമാണ്. കാരണം അവർ ഒരു പരിധിവരെ വളരെ പ്രതീക്ഷയോടുകൂടി വരികയാണ്. നമ്മൾക്ക് അവരുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളോട് വളരെ താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ ഡീൽ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഡോക്ടറെ, എന്തായാലും ഇത് ഒരു നല്ല സ്ഥലമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അപ്പോൾ പ്രത്യേകിച്ച് അല്ലേ, അപ്പം നമുക്ക് എന്തായാലും ഒരു നല്ല ദിവസമാണ് നമ്മൾ രാജഗിരി വന്നത്. അങ്ങയുടെ ജന്മദിനം ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഒരുപക്ഷെ അങ്ങയുടെ ഈ സേവനം ഒരുപാട് രോഗികളിലേക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കിട്ടട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഡോക്ടർ സണ്ണി. അപ്പോൾ സന്തോഷം. 24-ന്റെ പ്രേക്ഷകർക്ക് എല്ലാ ആശംസകളും നേരുന്നു. 24 സമൂഹത്തിന്റെ മനസാക്ഷിയായി മാറട്ടെ എന്ന് ഞാൻ നിർത്തുന്നു. ഡോക്ടർ ഹാപ്പി ബർത്ത്ഡേ. ഫാദർ ജോൺസ് വാഴപ്പള്ളി, അദ്ദേഹം സേക്രഡ് ഹാർട്ട് കോളേജ് തേവരയിൽ ഹിസ്റ്ററി അധ്യാപകനായിരുന്നു. ഒരു ഹിസ്റ്ററി അധ്യാപകനാണ് ഇതിന്റെ CEO ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് കാര്യക്ഷമത കൂടിയെന്ന് അദ്ദേഹം പറയും. എല്ലാത്തിനും ഒരു ഹിസ്റ്ററി വേണമല്ലോ, ചരിത്രം വേണം. ചരിത്രത്തെ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല.